ഇനി അടുത്തത്, ഇപ്പോൾ ഇൻകംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? റവന്യൂ എക്സ്പെൻസസ് ആണ്. ഓക്കെ, റവന്യൂ എക്സ്പെൻസസ് ഓഫ് ദ ബാങ്ക് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകംസ് നമ്മൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയ കുറച്ച് പോർഷൻസേ ഉള്ളൂ ഇതിൽ. ഓക്കെ ആണല്ലോ. ഇതിൽ എക്സ്പെൻസസിൽ എന്താണ് ഫസ്റ്റ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഓൺ ആൾക്കാർ കൊടുന്ന് പൈസ ഇട്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ, നമുക്കൊക്കെ കിട്ടുന്ന പോലെ. അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തത് എന്താണ്? ജനറൽ എക്സ്പെൻസസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ജനറൽ എക്സ്പെൻസസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ദൈനംദിന ആവശ്യങ്ങൾക്ക്, മനസ്സിലായില്ലേ, ഇത് ഉരുട്ടിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസസിനെയാണ് എന്ത് പറയുന്നത്? ജനറൽ എക്സ്പെൻസസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മെയിൻ്റനൻസ് ഓഫ് പ്രീമൈസസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് എന്തിൻ്റെ? അവരുടെ പ്രീമൈസസിൻ്റെ. നമ്മളിപ്പോൾ ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ്, അവർക്കുള്ള മറ്റുള്ള സേവനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്, ബാങ്കിലൊക്കെ ഇതിന് കുറേ സാധനങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടല്ലോ, ചെയേഴ്സ്, ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മെയിൻ്റനൻസ് ഓഫ് പ്രീമൈസസ് ഓഫ് എക്യുപ്മെൻറ്റിൽ പറയുന്നത്. പിന്നെ നാലാമത്തത് ടാക്സേഷൻ. ഈ ടാക്സേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനി ടാക്സ് കൊടുക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? ബാങ്കിങ് കമ്പനീസും ടാക്സ് കൊടുക്കണം. നമ്മൾ ഈ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ SBI പോലെയുള്ള ബാങ്ക് മാത്രമല്ല ഉള്ളതെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ബാങ്കിങ് കമ്പനീസ് എന്തുണ്ട്? പ്രൈവറ്റ് ബാങ്കിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ രണ്ട് തരമുണ്ട്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ, രണ്ടാമത്തത് പ്രൈവറ്റ് എൻറ്റിറ്റീസിൻ്റെ. ഈ പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ എക്സാമ്പിൾസാണ് എന്ത്? HDFC, ICICI, കൊട്ടക് മഹീന്ദ്ര, ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ എന്താണ് പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രൈവറ്റ് ബാങ്കുകൾ ടാക്സ് കൊടുക്കൽ എന്താണ്? മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അവരൊരിക്കലും എന്തില്ല, ഈ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ബാങ്ക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിൽ വെക്കണം. നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളുടെ അക്കൗണ്ട്സാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മൈൻഡിൽ വെക്കണം. അല്ല ഒരിക്കലും നിങ്ങൾ SBIയോ അല്ലെങ്കിൽ അതുപോലത്തെ SIB അങ്ങനത്തെ ബാങ്ക്സൊക്കെയാണെന്ന് മനസ്സിൽ വിചാരിച്ച് വെക്കരുത്. കാരണം അപ്പോൾ നമുക്ക് കുറേ ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത്, നമ്മളെപ്പോഴും പ്രൈവറ്റ് ബാങ്കാണ് ചെയ്യുന്നതെന്നുള്ള മൈൻഡിൽ ഉണ്ടാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത ഒരു ഇത് പറയുന്നതെന്ന് വെച്ചാൽ ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഡീൽ ഇൻ നെഗോഷ്യബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. അത് ഈ നേരത്തെ പറഞ്ഞ ഈ ബിൽസ് ഡിസ്കൗണ്ടറിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ ബൈ ആൻഡ് സെല്ലിങ്, ബുള്ളിയൻസ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്. അവിടെ ബുള്ളിയൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എന്താണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഈ ബുള്ളിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡിനെയാണ്. ഓക്കെ, എന്ത്? പ്യുവർ ഗോൾഡ് ഓർ സിൽവർ, എന്ത്? അതൊരു കോയിനാക്കിയിട്ടില്ലാത്ത ഫോമിലുള്ള. ഓക്കെ, അപ്പോൾ കോയിനില്ലാത്ത ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബിസ്ക്കറ്റ്സ് ഉണ്ടാവില്ല, നമ്മൾ സ്വർണ്ണ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ബുള്ളിയൻ എന്നുള്ള അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് നടത്തുന്നുണ്ട്. പിന്നെ അണ്ടർ റൈറ്റിംഗ് പബ്ലിക് ആൻഡ് സ്റ്റേറ്റ് ലോൺസ്. ഈ നേരത്തെ ഡിസ്കൗണ്ട് പറഞ്ഞ പോലെ ഉള്ള വേറൊരു ടേമാണ് അണ്ടർ റൈറ്റിംഗ്. ഓക്കെ, ഈ അണ്ടർ റൈറ്റിംഗ് നേരത്തെ ഞാൻ ബിൽ ഡിസ്കൗണ്ടിൽ പറഞ്ഞല്ലോ, അതിൻ്റെ അതുപോലുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അണ്ടർ റൈറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യണം? ബിസിനസ് നടത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനി എന്താ ഇപ്പം നമ്മൾ പറയാം, ഇപ്പോൾ ജിയോ എന്ന് പറയാം. അവർക്ക് എന്ത് ചെയ്യണം? ആഫ്രിക്കയിലേക്കുള്ള ഒരു കമ്പനിയായിട്ട് ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആഫ്രിക്കത്തെ കമ്പനി ഇന്ത്യക്ക് വരും. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ജിയോ ആഫ്രിക്കയ്ക്ക് കയറ്റി അയക്കുകയാണ് വേണ്ടത്.
ജിയോ പക്ഷേ എവിടെയുള്ള കമ്പനിയാണ്? ഇന്ത്യയിലുള്ള കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഈ സംഭവം നടക്കാതെ എന്ത് ചെയ്യില്ല, ആരും അഡ്വാൻസ് ആയിട്ട് പൈസയും കൊടുക്കില്ല. ശരിയല്ലേ? എന്തെങ്കിലും പറ്റിക്കപ്പെട്ടാലോ എന്ന് ചാൻസ് ഉണ്ടായിട്ട് ഈ ആഫ്രിക്കൻ കമ്പനി എന്ത് ചെയ്യില്ല, പൈസ ആദ്യം കൊടുക്കില്ല. അതിന് പകരം എന്ത് ചെയ്യും, ഇന്ത്യത്തെ ഒരു ബാങ്കിനെ ചെന്ന് കാണും. ഓക്കെ, ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്ത് പോകും അവർ. എന്നിട്ട് എന്ത് ചെയ്യും, അണ്ടർ റൈറ്റിംഗ് ചെയ്യിക്കും. അണ്ടർ റൈറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ കമ്പനി പൈസ തന്നിട്ടില്ലെങ്കിൽ, മനസ്സിലായല്ലോ, ഈ ആഫ്രിക്കൻ കമ്പനി പൈസ തന്നിട്ടില്ലെങ്കിൽ ആര് തരും? ഞങ്ങൾ ഇന്ത്യൻ ബാങ്ക് തരുന്ന അവരെന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അത് ആർക്ക് കൊടുക്കുക? ജിയോക്ക് കൊടുക്കുക സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായല്ലോ? ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, അണ്ടർ റൈറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വളരെ ഈസിയാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെയും ബാങ്ക് ഇങ്ങനെ അണ്ടർ റൈറ്റേഴ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അല്ല, അത് മനസ്സിലായല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട്? മാനേജ് ആൻഡ് ഡീൽ വിത്ത് പ്രോപ്പർട്ടി കമ്മിങ് ഇൻ ടു. അതുപോലെ നമ്മളെ ലോൺസൊക്കെ ആയിട്ട്, ലോൺസിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർട്ടീസൊക്കെ അറ്റാച്ച് ചെയ്യുമല്ലോ. ഇങ്ങനത്തെ സെക്യൂരിറ്റീസിന് എന്ത് ചെയ്യാണ്, ആ ലോൺ അടക്കാതിരുന്നാൽ നമ്മളത് കണ്ടുകെട്ടും. മനസ്സിലായില്ലേ? ലോൺസിൻ്റെ കണ്ടുകെട്ടുമ്പോൾ എന്ത് ചെയ്യണം, ആ പൈസ അല്ലെങ്കിൽ ആ ഒരു അസറ്റിനെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അത് വിറ്റിട്ട പൈസ എടുക്കണം. അതൊക്കെയാണ് ബാങ്കിങ് കമ്പനീസിൻ്റെ മെയിനായിട്ടുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനത്തെ ഒരു 5, 6, 7 പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? റെസ്ട്രിക്ഷൻസ് ഓഫ് ബിസിനസ്സാണ്. ബാങ്കിങ്ങിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. റെസ്ട്രിക്ഷൻസ് ഓഫ് ബിസിനസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ് കേട്ടോ. ബാങ്കിങ്ങിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡയറക്റ്റ് ബൈയിങ് സെല്ലിങ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ബാങ്കിങ് നടത്താൻ പാടില്ല. ഇപ്പോൾ മറ്റുള്ള കമ്പനീസൊക്കെ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ബാങ്കിങ് കമ്പനീസ് നടത്താൻ പാടില്ല. ഓക്കെ ആണല്ലോ. എക്സെപ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ റിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റി ഗിവൺ ടു ഹെൽപ്പ് വൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ലോൺസിന്, ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഈ ലോൺസിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിച്ചു വെച്ച സംഭവങ്ങളൊക്കെ വിൽക്കാമെന്ന്. അതല്ലാതെ ഒരു പ്രൊഡക്റ്റും സർവീസും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിൽക്കാനും വാങ്ങാനൊന്നും പാടില്ല എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെ സെക്യൂരിറ്റി റിയലൈസ് ചെയ്തിട്ട് റിയലൈസ്ഡ് സെക്യൂരിറ്റി വിൽക്കും വാങ്ങുകയൊക്കെ ചെയ്യാം. ഓക്കെ, പക്ഷേ മറ്റേത് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത് എന്താണ്? നോ ബാങ്കിങ് കമ്പനി ക്യാൻ എൻഗേജ് ഇൻ എനി ട്രേഡ് ഓർ ബൈ സെൽ ഓർ ബാർട്ടർ ഗുഡ്സ് ഫോർ അതേഴ്സ്. അപ്പോൾ മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരനായിട്ട്, മനസ്സിലായല്ലോ, ബ്രോക്കറായിട്ട് നിൽക്കുന്നിട്ട് ആ ഡീല് നടത്തി കൊടുക്കാനും പാടില്ല. അതൊക്കെ നടത്തേണ്ടത് ഞാൻ മറ്റേ അണ്ടർ റൈറ്റിങ്ങിൽ ഇവർ ആ ഡീലല്ല നടത്തുന്നത്, അവരവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നേ ഉള്ളൂ. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളും ആരൊക്കെയാണ്? കമ്പനീസ്, മറ്റുള്ള കമ്പനീസാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 കാര്യങ്ങളാണ് റെസ്ട്രിക്ഷൻസ് ഓഫ് ബാങ്കിങ് ബിസിനസ്സിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ.